അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെജി, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, എഐസിസിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ.സി. വേണുഗോപാൽ, കേരളത്തിന്റെ ചുമതലയുള്ള ദീപദാസ് മുൻഷി, കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗം കൂടിയായ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാർക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. കേരളത്തിൽ പ്രതിപക്ഷ നേതൃനിരയിൽ നിന്നുകൊണ്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ജനങ്ങളുടെ ശബ്ദമായി മാറിയ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, അതുപോലെ തന്നെ ഉപനേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, കക്ഷി നേതാക്കന്മാർ ശ്രീ പി ജെ ജോസഫ് സാർ ഉൾപ്പെടെയുള്ള കക്ഷി നേതാക്കന്മാര് അവരുടെ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവരുടെ നല്ല ഇടപെടലുകൾക്ക് ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളെ നേരിട്ട് വിജയം വരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആരും പ്രതീക്ഷിക്കാത്ത ചരിത്ര വിജയം UDFനെ നേടിയെടുക്കാൻ UDFന്റെ കെട്ടുറപ്പ് കൊണ്ടും കൂട്ടായ്മ കൊണ്ടും ലക്ഷ്യബോധത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ കൊണ്ടും സാധിച്ചു. അതിന്റെ ഒരാവർത്തനം തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞിരുന്നു. ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങളിൽ സഹായിച്ച എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. പ്രതിപക്ഷ നേതൃനിര ഒന്നാകെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ അണിനിരന്നുകൊണ്ടാണ് ജനപിന്തുണയോടെ പുതുയുഗയാത്ര നടത്തിക്കൊണ്ട് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളെ തുറന്നുകാട്ടാൻ ജനപിന്തുണ, ആ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ ശക്തമായ ജനപിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ എല്ലാ സമരങ്ങളെയും സംരംഭങ്ങളെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും എല്ലാം സഹായിച്ച വിജയിപ്പിച്ച നല്ലവരായ നാട്ടുകാർക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക താൽപര്യം എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാണ് പുതുയുഗയാത്രയുടെ സമാപനത്തിന് തിരുവനന്തപുരത്തെത്തി കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും അംഗീകരിച്ച 5 പ്രധാനപ്പെട്ട ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ച് ജനങ്ങൾക്ക് വിശ്വാസം പകർന്നു നൽകിയത്. പിന്നീട് മാനിഫെസ്റ്റോ കമ്മിറ്റി ശ്രീ ബെന്നി ബെഹനാന്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ പ്രചരണ കമ്മിറ്റി ശ്രീ രമേശ് ചെന്നിത്തലയും ശശി തരൂരും നേതൃത്വം വഹിച്ചുകൊണ്ട് പ്രചരണ കമ്മിറ്റി ഷാഫി പറമ്പിലും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ നേരത്തെ കെ.സി. വേണുഗോപാൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയവും ഐക്യജനാധിപത്യ മുന്നണിയിലെ സീറ്റ് വിഭജനവും തികഞ്ഞ ഐക്യത്തോടെ നടത്താൻ സാധിച്ചത് വളരെയേറെ അനുകൂലമായൊരു ഘടകമായിരുന്നു. കോൺഗ്രസിന്റെ KPCC ഭാരവാഹികൾ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്മാർ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാർ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായത്തിന് ശ്രീ A.K. ആന്റണിയുടെ പ്രത്യേകമായ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തുമ്പോൾ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കൊപ്പം തന്നെ അത് വിലക്കയറ്റമാണെങ്കിലും തൊഴിലില്ലായ്മയാണെങ്കിലും കാർഷിക മേഖലയുടെ പ്രതിസന്ധിയാണെങ്കിലും വന്യമൃഗശല്യമാണെങ്കിലും അതെല്ലാം ഞങ്ങൾ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ആ കാര്യങ്ങളിലെല്ലാം സമരം ചെയ്യേണ്ടടുത്ത് സമരം ചെയ്യാനും പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ട അതിനും ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സർക്കാരിന്റെ അഴിമതി, അക്രമം